ഇത് സോയാബീൻ ഞാൻ കൈകൊണ്ട് ചൂടുവെള്ളത്തിൽ കഴുകി കൈകൊണ്ട് നുള്ളി പറക്കിയതാണ്. പിന്നെ 2 സവോള, ഇത്തിരി വെളുത്തുള്ളി, 3 പച്ചമുളക്, നല്ലപോലെ ഉണങ്ങിയ തേങ്ങക്കൊത്ത്. വെളിച്ചെണ്ണ മൂത്ത ശേഷം നാളികേരക്കൊത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇത് ഞാൻ വെളിച്ചെണ്ണ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ ആദ്യം. തേങ്ങാക്കൊത്ത് ഈ പരുവാകുമ്പോൾ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. സബോളയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. എന്താവോ എന്നറിയില്ല, നോക്കാം. അപ്പോൾ അതാ നമ്മുടെ കൊപ്രക്കൊത്തും തേങ്ങാക്കൊത്തും സബോളയും ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ഇട്ടു കേട്ടോ. ഞാൻ ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ടായി. പച്ചമുളകും എല്ലാം കൊണ്ട് ഈ പരിവായിട്ടുണ്ട് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ കൊടുത്താൽ. ഞങ്ങൾ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതാണ് വെളിച്ചെണ്ണയാണ്. വേറെ എന്തോ എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെളിച്ചെണ്ണ തന്നെ ആകുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും. ഈ പരുവാകുമ്പോൾ നല്ല മണമുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടും. അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്. പിന്നെ എരിവ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അനുസരിച്ച് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇപ്പം നല്ല പോലെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഇതാ ഈ പരുവാകുമ്പോൾ നമ്മുടെ കഥാനായകനെ എടുത്ത് എന്താ പിച്ചിപ്പൊളിച്ച് പിച്ചി ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ആയിട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ചേർത്തണം കേട്ടോ. ഞാൻ ഇട്ടു. ഉപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുത്ത് ഒന്ന് തട്ടിക്കൂട്ടി 5 മിനിറ്റ് സിമ്മിലിട്ട് ആവി കയറ്റും. ഇത്രേ ഉള്ളൂ. തുറന്നു. ആഹാ, നല്ല മണം. കണ്ട ഇതന്നെയുള്ളൂ. ഇത്രയേ ഉള്ളൂ. നല്ല മണമുണ്ട് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്ക് ഇങ്ങനെ. ഓക്കെ, അപ്പം ഞാൻ കഴിക്കട്ടെ.